ശ്രീമതി ഉഷ, ഇവിടെ പളനിസ്വാമി, സെങ്കോട്ടയ്യൻ ഇങ്ങനെ ചില പേരുകൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് കാര്യങ്ങൾ നീക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ശശികല ക്യാമ്പ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അതിന് എത്രത്തോളം ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഒരു ഫലവും ഇനി കാണില്ല. കാരണം ഓൾറെഡി നമ്മുടെ മിനിസ്റ്റർക്ക് ഒപിക്ക് 13 MP-മാരും 11 MLA-മാരും നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ കുറച്ചു പേരും കൂടെ വന്ന സ്ഥിതിക്ക് ടോട്ടൽ ഇപ്പൊ 20 MLA-മാര് പിന്തുണയുണ്ടായി. 18 MLA-മാർ മതിയല്ലോ നമ്മള് ഒരു ഭരണം രൂപീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പം 20 + 13 MP-മാരും ഉണ്ടെങ്കിൽ പിന്നെ ഇനി എന്താണ് പ്രശ്നം? ഇനി പ്രശ്നമില്ലല്ലോ. ഇനിയിപ്പം അദ്ദേഹത്തിന് ഗവർണർക്ക് OP-യെ വിളിക്കാവുന്നതല്ലേ ഉള്ളൂ. OP വിശ്വസ്തത തെളിയിച്ച് MLA-മാര് കൂടെ ഉണ്ടെന്ന് തെളിയിച്ച് MLA-മാരെ കൊണ്ടുപോയി കൂടെ, പത്രത്തിലല്ലാതെ പേപ്പറിലല്ലാതെ കൂടെ കൊണ്ടുപോയിട്ട് തന്നെ അദ്ദേഹത്തിന് മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പച്ചവെള്ളം പോലെ ക്ലിയറായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഞാൻ കേട്ടത് ടോട്ടൽ ഇപ്പൊ തന്നെ 11 MLA-മാര് OP-യുടെ കൂടെ കൂടി അടുത്തോട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. പിന്നെ നേരത്തെ തന്നെ 13 MP-മാരുണ്ടായിരുന്നു. പിന്നെ നേരത്തെ 9 8 MLA-മാരും ഉണ്ടായിരുന്നു. ഇപ്പൊ ടോട്ടൽ ഇപ്പൊ തന്നെ കൂട്ടി നോക്കിയാൽ 20 MLA-മാരും ആയി. അപ്പൊ പിന്നെ ഇനി എന്താണ് പ്രശ്നം? ഇനി പ്രശ്നമില്ല. 18 MLA-മാരുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഇനി മറ്റേ പക്ഷത്തിന് ആര് വരുന്നു ആര് വരുന്നില്ല എന്നുള്ളതിന് പ്രസക്തിയേ ഇല്ല. ഈ 4.5 വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അടുത്ത ഒരു നേതാക്കൾ ഇനി അവര് വോട്ടിലൂടെ ജയിച്ചു വരട്ടെ. അതുവരെയും നമുക്ക് OP മതി. ശ്രീ ദേവദാസ്, താങ്കളുടെ പ്രതികരണത്തിലേക്ക് വന്നില്ലായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ഒരു വിധിന്യായം അതുമായി ബന്ധപ്പെട്ട തമിഴ്നാട് പൊളിറ്റിക്സിനും താങ്കൾ കാണുന്നത്? ശ്രീ ദേവദാസ്. അത് കൂടുതൽ കലങ്ങി മറിയേ ഉള്ളൂ സൗമ്യ. അത് മാറ്റി നിർത്താം. നിങ്ങൾ TV-യിൽ ഒന്ന് കാണിക്കേണ്ട ഈ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന്റെ വിജയമല്ല കാണിക്കേണ്ടത്. ആ ട്രയൽ കോർട്ടിലെ ഈ മംഗലാപുരംകാരൻ മൈക്കിൾ ഡി ക്വിനിയ എന്ന് പറഞ്ഞ ആ ജഡ്ജുണ്ട്, ഏറ്റവും ഹോണസ്റ്റായ ജഡ്ജ്. അയാളാണ് ജയലളിതയെ ഇങ്ങനെ കുടുക്കിയത്. എന്നിട്ട് ആ പേര് എപ്പോഴും കാണിക്കണം. ആ പേര് കാണിച്ചില്ല. നിങ്ങളൊരു വിചാരണ കോടതി ജഡ്ജ് എന്ന് പറയരുത്. മൈക്കിൾ ഡി ക്വിനിയ എന്ന് പറഞ്ഞ സത്യസന്ധനായ ജഡ്ജ്. ഈ ഇന്ത്യൻ ജുഡീഷ്യറി നിൽക്കുന്നത് ഇങ്ങനത്തെ കുറച്ച് സത്യസന്ധരുണ്ട്. അതുകൊണ്ട് കാണണം ആ ഹൈക്കോടതി കർണാടകത്തിലെ കറപ്റ്റ് ജഡ്ജാന്ന് തിരിയുന്നുണ്ട്. അതിനോട് ബന്ധിച്ചിട്ടും കാണണം ഈ കൽക്കട്ട കോടതിയിലെ കർണൻ എന്ന് പറഞ്ഞ ജസ്റ്റിസിന് ഇതേ സുപ്രീം കോടതി ഈ സുവമോട്ടോ കേസ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെയും ചോദ്യം സുപ്രീം കോടതി അത് കാണണം. 20ഓളം ഹൈക്കോടതി ജഡ്ജിമാർ കറപ്റ്റാണെന്ന് പറഞ്ഞതിനാണ് അയാളെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എടുത്തത്. അപ്പോൾ ഈ കോടതി കാണേണ്ടത് ഇവിടെ മുമ്പിൽ ഗവർണർ എന്നല്ല, ഗവർണർ തെറ്റ് ചെയ്തിരിക്കുന്നു, ഇവർ ഭരണത്തിൽ ഭൂരിപക്ഷമുള്ള ആളെ വിളിച്ചിട്ടില്ല, അത് തെറ്റായിട്ട് നിൽക്കും. ഇനി ഈ പനീർശെൽവത്തിനൊന്നും ഈസിയല്ല. ഇപ്പൊ ADMK മെമ്പറോട് ചോദിക്കണം സൗമ്യ, എന്തുകൊണ്ട് സ്വന്തം അമ്മ മരിച്ചിട്ട് കൊലപാതകന്ന് 2ാം ദിവസം ഈ പീപ്പിളിലെല്ലാം പറയുമ്പോൾ ഇവർ ഒന്നും അനങ്ങിയില്ല. ഇപ്പല്ലേ ഒരു ശശികല വന്നപ്പല്ലേ അനങ്ങുന്നത്. അപ്പോൾ അമ്മയോട് സ്നേഹമില്ല. ഈ അമ്മ എന്ന് പറയുന്നത് ഇന്ന് പൂതനയായിരിക്കുന്നു. എന്തറിയാ, സ്മാരകത്തിൽ അവർ പ്രതിയേനു, ഇന്ന് ജയിലിൽ പോണ്ടിയ ജയലളിത. അപ്പൊ തമിഴ് ജനതയെ കൊള്ളയടിക്കുന്ന മന്നാർഗുഡി മാഫിയന്റെ തലപത്തിയായിട്ട് തന്നെയാണ് ജയലളിത നിന്നത്. അപ്പോൾ കൈക്കൂലിയും മാഫിയ ഭരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഇനിയും അത് തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ് എനിക്ക് സൂചന. എന്തറിയാം, ഇപ്പൊ തമ്പി ദുരേനെ അയച്ചത് ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് BJP വെച്ചതാണ്. അപ്പോൾ അവരിലുള്ള ഏതെങ്കിലും മറ്റൊരു ബിനാമീനെ വെച്ച് പാവ ഗവൺമെന്റിനെ ഈ ഗവർണർ വിളിക്കേണ്ടി വരും. എന്താണെന്ന് പറഞ്ഞാൽ ഒരു നിയമപ്രകാരം പനീർശെൽവം രാജി സമർപ്പിച്ചാണ്, കെയർ ടേക്കർ മുഖ്യമന്ത്രിയാണ്, എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാണ്. പനീർശെൽവത്തിനെ തിരിച്ചു വിളിച്ചാൽ ഗവർണർ പലതിനും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് നിയമപ്രശ്നമുണ്ട് അതിൽ. അതുകൊണ്ട് ഇതിനുള്ള വേറൊരു ഇപ്പൊ പനീർശെൽവം മറ്റേ ഈ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. മെജോറിറ്റിന്റെ സ്റ്റാലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഏതായാലും 5 മണിക്കുള്ളിൽ കീഴടങ്ങാനാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. പോലീസിനെ വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു പൂർണ്ണമായും. വിധിയെ DMK സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സ്റ്റാലിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഏതായാലും മണ്ണാർക്കുടി മാഫിയ മൊത്തമായി ഈ ഒരു വിഷയത്തിൽ ഒരുപക്ഷെ കുറ്റക്കാരെന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ സുപ്രീം കോടതി വിധി. 10 മിനിറ്റ് ആണ് ഈ കോടതി വിധി പ്രസ്താവിക്കാനായി കോടതി എടുത്തത്. അതായത് വിചാരണ കോടതിയുടെ വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് കോടതി ചെയ്തത്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ അഴിമതി വളരുന്നതിന്റെ സൂചകമാണ് ഇതെന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ശ്രീ സുരേഷ് ബാബുവിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ സുരേഷ് ബാബു,
ശ്രീ സുരേഷ് ബാബു, ഇവിടെ മറ്റു പല പേരുകളും ഉൾപ്പെടുത്തി തന്റെ പക്ഷത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കം നേരത്തെ തന്നെ ശശികല നടത്തിയിരുന്നു, അതിന്റെ ആലോചനകൾ നടന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണക്കുകൾ നോക്കുമ്പോൾ OPS ഒരു പക്ഷേ വീണ്ടും മുഖ്യമന്ത്രിയായി നിൽക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഏതെങ്കിലും രീതിയിൽ ഇനി ശശികല ക്യാമ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? ശ്രീ സുരേഷ് ബാബു. അദ്ദേഹത്തിലേക്ക് എത്താം. ശ്രീ ഭാസ്കരേന്ദ്ര ബാബു, ഇപ്പോഴത്തെ ഈ കാൽക്കുലേഷനുകൾ, അതായത് ഈ സ്വാഭാവികമായും ഇവിടെ ഒരു എണ്ണത്തിന്റെ കാൽക്കുലേഷൻ ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയായി എത്താൻ OPS എങ്ങനെയായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലായി ഓരോരുത്തരായി ശശികല ക്യാമ്പിൽ നിന്നും ചാടിപ്പോകുന്നതനുസരിച്ചൊക്കെ നമ്മൾ അത്തരം കാൽക്കുലേഷനുകളൊക്കെ നടത്തിയതാണ്. അതിനും അപ്പുറത്തേക്ക് ഈ കാര്യങ്ങളെ പിടിച്ചു നിർത്താം എന്നൊരു കോൺഫിഡൻസ് ഏതെങ്കിലും തരത്തിൽ ശശികലയ്ക്കുണ്ടോ? പളനിസ്വാമി ആയാലും സെങ്കോട്ടയ്യനായാലും ഒക്കെ മുൻനിർത്തി. അല്ല, ഔദ്യോഗികമായി പറയുമ്പം AIDMK എന്ന പാർട്ടി അവരുടെ തന്നെയാണ്. ഇപ്പോഴും നമുക്ക് കൂടുതൽ MLA-മാർ അവരുടെ പക്ഷത്താണ്, കൂടുതൽ MP-മാർ അവരുടെ പക്ഷത്താണ്. പാർട്ടി ഘടകത്തിൽ അല്ലെങ്കിൽ ഉയർന്ന കമ്മിറ്റിയിൽ ബഹുഭൂരിപക്ഷം അവരുടെ കൂടെ ആയിരിക്കണം. കാരണം 1000-ലധികം ആൾക്കാർ പങ്കെടുത്തുകൊണ്ടാണ് അവരെ AIDMK-യുടെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പം പാർട്ടി പൊതുവിൽ അവരുടെ കൂടെയാണ് എന്നവർ വിലയിരുത്തിയാൽ അതിൽ അത്ഭുതത്തിന് അവകാശമില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അധികാരം നിലനിർത്താൻ ചെങ്കോട്ടയ്യനെയോ പളനിസ്വാമിയെയോ ഒക്കെ അവരുപയോഗിച്ച് പുതിയ ഒരു സംവിധാനത്തിലേക്ക് അവർക്ക് നീങ്ങിക്കൂടായികയില്ല. വിജയിക്കും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ പറയുന്നത്, സത്യത്തിൽ ഇവർ പോയെങ്കിലും ശശികല ജയിലിലേക്ക്, മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ജയിലിലേക്ക് പോകേണ്ട ഗതി അവർക്ക് വന്നെങ്കിൽ പോലും ആ പാർട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മണ്ണാർക്കാട് മാഫിയയെ സംബന്ധിച്ച് കഷ്ടകാലത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. എന്തുകൊണ്ടെന്നാൽ ജയലളിതയുടെ മരണമടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കപ്പെടുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി ഇപ്പോൾ 3 പേരാണല്ലോ ശിക്ഷിക്കപ്പെടുന്നത്. കൂടുതൽ ആൾക്കാർ മണ്ണാർക്കാട് ഈ മാഫിയയിലെ കൂടുതൽ ആളുകൾ പ്രതിക്കൂട്ടിലെത്താവുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ അധികാരം നിലനിർത്താൻ അവർ ശ്രമിച്ചുകൂടായികയില്ല. അതുകൊണ്ട് തന്നെയാണ് ചെങ്കോട്ടയ്യനെ പോലെയോ പളനിസ്വാമിയെ പോലെയുള്ള ആൾക്കാരെ നിർത്തി മുന്നോട്ട്. അവരെപ്പോഴും ഈ കേസിൽ തോറ്റുപോയാൽ ശിക്ഷ വന്നാൽ എന്ത് ചെയ്യണമെന്ന് കൂടി ആലോചിക്കുമല്ലോ സൗമ്യ. അങ്ങനെ ആലോചിക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ അവർ നോക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുന്നതിൽ തെറ്റുമില്ല, പ്രൊവൈഡഡ് ഈ 119 MLA-മാർ അവർക്ക് പിന്നിൽ അണിനിരക്കാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ. ഇപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുന്നില്ല. ഒരു ചോദ്യം കൂടെ ശ്രീമതി ഉഷ, ഞങ്ങൾ പോകാൻ തിരക്കേണ്ടതറിയാം. ഒരു ചോദ്യം കൂടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട്. അതായത് ഇങ്ങനെ OPS-ഉം ശശികലയും തമ്മിൽ ഇടയേണ്ടി വന്നു, അമ്മയുടെ വിഷയം, അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കണം എന്ന് രാഷ്ട്രീയ തലത്തിൽ നിന്നും ആവശ്യമേറെ, അല്ലെങ്കിൽ OPS അങ്ങനെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാനൊക്കെ. അതുകൊണ്ട് തന്നെ OPS-നും ഇവിടെ വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട്. ആ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് മൗനമായിരുന്നു? എന്തുകൊണ്ട് അന്ന് ആശുപത്രിയിൽ അത്രയും പ്രശ്നങ്ങൾ, അതായത് ഇത്രയും കാര്യങ്ങൾ നിഗൂഢമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് പറയാൻ? അമ്മ എന്ന് പറയുന്ന മഹാപർവ്വതത്തെ മറച്ചിട്ട ഒരാൾക്ക് അമ്മയുടെ ഒരു നിഴലിനെ മറയ്ക്കാൻ എത്ര നേരം വേണം? അതാണ് ഇതിനുള്ള ഉത്തരം. ഭയം. മന്നാർഗുഡി മാഫിയ എന്ന് പറയുന്നത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞതാണ് 77 ദിവസം അമ്മയെ പുറത്ത് കാണിക്കാതെ വെച്ചത്. അതും അപ്പോളോ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു ഹോസ്പിറ്റലില് അമ്മയുടെയിലോട്ട് പോകുന്ന CCTV വരെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് OP എന്ന് പറയുന്ന വ്യക്തി മണ്ണിന്റെ അടിയിലായിരിക്കും. അദ്ദേഹം വല്ല അറ്റാക്ക് വന്നിട്ടോ ആക്സിഡന്റ് വന്നിട്ടോ അവിടെ കൊല ചെയ്യപ്പെട്ടിരിക്കും. ഇന്ന് അദ്ദേഹം വളരെ താമസിച്ചാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു പിൻബലം എവിടുന്നോ കിട്ടിയപ്പോഴാണ്, ഒരു ബലം, ഒരു ശക്തി കിട്ടിയപ്പോഴാണ് അദ്ദേഹം ഇതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടതും ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ ഇവിടെ നടക്കാനും കാരണം. അത് കുറച്ച് താമസിച്ചു പോയെങ്കിലും അത് നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഭാഗം മറക്കാം. കാരണം മറന്നില്ല എങ്കിൽ ഒരു നാശമായിരിക്കും ചെന്നൈ നഗരം അനുഭവിക്കേണ്ടി വരിക, ഇല്ലെങ്കിൽ തമിഴ്നാട്. ആ നാശത്തിൽ നിന്നും വൈകി വന്ന ഒരു വെളിച്ചത്തിന്റെ പുറത്താണെങ്കിൽ പോലും ആ മനുഷ്യൻ ഇത്രയൊക്കെ കൊണ്ടുവന്നതിൽ ആദ്യം സങ്കടമുണ്ടായിരുന്നെങ്കിലും ഇപ്പൊ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അത് കുറച്ച് ഉള്ള അത്രത്തോളം ഒരു പവർ ജയലളിതയ്ക്കുണ്ടായിരുന്നു. അത് ഇന്നിപ്പോൾ OPS-നുണ്ടോ? ഇന്ന് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും അന്ന് വേറൊരു പ്രത്യേക സാഹചര്യത്തിലായിരുന്നു. അന്ന് ഇതേ ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലനിന്നത്. അന്ന് ജാനകിയുടെ കൂടെ ആയിരുന്നു ഈ മറ്റ് ആൾക്കാരെല്ലാമെങ്കിലും. അന്ന് ഈ ജയലളിത, അന്ന് പന്നീർസെൽവത്തിൻ്റെ ഒരു അവസ്ഥയിലായിരുന്നു ജയലളിത. പക്ഷേ പിന്നീട് ജയലളിത 10-20-25 വർഷത്തോളം ജയലളിത ഒരു അടിത്തറ അന്നുണ്ടാക്കിയിരുന്നു. ആ അടിത്തറ, ജനകീയ അടിത്തറ, MGR-ൻ്റെ എല്ലാ പൊതുപരിപാടികളിലും
MGR എത്തുന്നതിന് മുമ്പ് അവിടെ പ്രസംഗിക്കാൻ എത്തുന്നത് ജയലളിതയായിരുന്നു. അങ്ങനെ ജയലളിത ജനഹൃദയങ്ങൾ കവർ ചെയ്യുകയും ജയലളിത ഒരു പൊതു നേതാവായി അംഗീകരിക്കപ്പെട്ടതും കൊണ്ട് മാത്രമാണ് അവർക്ക് അവിടെ ഉയർന്നു വരാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഒരിക്കലും ജയലളിതയ്ക്ക് അങ്ങനെ ഒരു തിരിച്ചു വരവ് സാധ്യമല്ലായിരുന്നു. കാര്യം തമിഴ്നാട്ടിൽ എത്രയോ നടികളുണ്ട്, നടന്മാരുണ്ട്. പക്ഷേ ജയലളിത എന്തുകൊണ്ട് വന്നു എന്ന് കേട്ട് കഴിഞ്ഞാൽ ജയലളിത ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു പറ്റി അന്ന് MGRൻ്റെ കാലം മുതലേ. അപ്പോൾ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ പുതിയ വിലയിരുത്തലുകൾ നമ്മൾ നൽകാവൂ. 20 വർഷം കഴിഞ്ഞതിന് ശേഷം 20-25 MGR 87 മരിച്ചതിന് ശേഷം തമിഴ്നാട്ടിലെ ജനത്തിന് ഒരുപാട് വികാസം പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടെ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ. യെസ്, രാജേഷ്, ഒരു പക്ഷേ ഇവിടെ സൂചിപ്പിക്കേണ്ട ഒരു നേരത്തെ പല ഘട്ടങ്ങളിലും സൂചിപ്പിച്ചൊരു വിഷയമുണ്ട്. ജല്ലിക്കെട്ടിൽ നമ്മൾ കണ്ടതാണ് എന്താണ് തമിഴ് ജനതയുടെ ശക്തി എന്നുള്ളത്. അതിൻ്റെ കാര്യങ്ങൾ റീസണൊക്കെ എന്തുമായിക്കോട്ടെ. പക്ഷേ ജയലളിതയുടെ മരണത്തിലായാലും ഇപ്പോഴത്തെ ഈ ഒരു പശ്ചാത്തലത്തിലായാലും ഒന്നും അതില്ലാതെ പോകുന്നു എന്നുള്ളത് കൂടി സുപ്രധാനമാണ്. അല്ല, ജല്ലിക്കെട്ടിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുറേ ആൾക്കാർ കൂടിയെന്ന് കരുതിയിട്ട് പിന്നെ വരാൻ പോകുന്ന തമിഴ്നാട്ടിലെ ഓരോ വിഷയത്തിലും ഒരുപാട് പേര് പറഞ്ഞില്ല. അല്ല, അവിടെ ജല്ലിക്കെട്ടിൽ വന്നത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി അവിടെ മറീന ബീച്ചിൽ കൂടിയതിൽ AIDMK ഉണ്ട്, DMK ഉണ്ട്, ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരുണ്ട്, BJP ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്. അതായത് തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ തമിഴ് എൻ്റെ വരികയാണ്. ഇപ്പോൾ പനീർ സെൽവത്തെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഒരു വികാരം ഉയർത്തിവിടാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിൽ ഒരു വേവ് മറീന ബീച്ചിലേക്ക് വരണമെന്നില്ല. ഇനി തമിഴ്നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മറീന ബീച്ച് ആവർത്തിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ശശികലയ്ക്കെതിരായിട്ടുള്ളൊരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പലപ്പോഴും ജയലളിതയും ജയിലിൽ പോയിട്ടുണ്ട്. ജയലളിതയും അഴിമതി കേസ് ജയിലിൽ പോയിട്ട് ജയലളിത അഴിമതിയുമായി ബന്ധപ്പെട്ട് അഴിമതി കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തനം തന്നെയാണ് ഞാൻ. പക്ഷേ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഈ അഴിമതിയൊക്കെ ജയലളിതയുടെ ആദ്യ കാലഘട്ടങ്ങളിലാണ്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം ജയലളിത വാരിക്കോരി ഒരുപക്ഷെ തമിഴ്നാടിൻ്റെ സാമ്പത്തികാവസ്ഥ പോലും തകിടം മറിയുന്നത് പോലും പ്രശ്നമാക്കാതെ സാധാരണക്കാരൻ്റെ ജനഹൃദയങ്ങളുടെ രൂപത്തിൽ, ദോശയുടെ രൂപത്തിൽ, സാരിയുടെ രൂപത്തിൽ, സൈക്കിളിൻ്റെ രൂപത്തിൽ, കമ്പ്യൂട്ടറിൻ്റെ രൂപത്തിൽ, ലാപ്ടോപ്പിൻ്റെ രൂപത്തിലൊക്കെ തന്നെ ജയലളിതയ്ക്ക് കടന്നു കയറാൻ വേണ്ടി 1-2 തലമുറയുടെ മനസ്സിൽ കടന്നു കയറാൻ വേണ്ടി സാധിച്ചപ്പോൾ ജയിലഴികളേക്കാൾ കൂടുതൽ മുൻതൂക്കം ഈ സേവന പ്രവർത്തനങ്ങൾക്ക് ആയി. എന്നാൽ ശശികലയ്ക്ക് അത്തരത്തിലൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ശശികലയുടെ മനസ്സും അതല്ല. പിന്നെ മറ്റൊന്ന്, ശശികല ഇപ്പോൾ ജയിലിൽ പോയി ജയലളിതയ്ക്ക് കിട്ടിയ ഒരു വികാരവും അനുകൂല തരംഗവും ഉണ്ടാവുകയില്ല. കാര്യം അവർ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടില്ലോ വേറൊന്നും ചെയ്തിട്ടില്ല പോകുന്നത്. അവർ പോകുന്നത് കട്ട് മുടിച്ചിട്ടാണ് പോകുന്നത്. ഈ മന്നാർകുടി മാഫിയയുടെ കയ്യിൽ ജയലളിത പോലും പെട്ടുപോയിരുന്നു എന്നുള്ള സാഹചര്യം അവസാനമുണ്ടായി. ഇപ്പോൾ ശശികലയുടെ സഹോദരിയുടെ പേരിലൊക്കെ പോയസ് ഗാർഡൻ വിലയാധാരം എഴുതി വെച്ചു എന്നൊക്കെ പറയുന്നത് അത് ഏത് സിറ്റുവേഷനിലാണ് എഴുതി വെക്കാൻ വേണ്ടി ജയലളിത കമ്പനി ചെയ്യപ്പെട്ടത് എന്നുള്ളതൊക്കെ ദുരൂഹമായി തുടരുകയാണ്. അതുകൊണ്ട് ഈ ദീപകിൻ്റെ പേരായാലും സെങ്കോട്ടയ്യൻ്റെ പേരായാലും വേറെ കുറേ പേരുകൾ വരുന്നു. അതൊക്കെ തന്നെ വാർത്തകൾക്ക് വേണ്ടി നമുക്കൊരു താല്പര്യത്തിന് വേണ്ടി 1-2 ദിവസം കൂടി ചർച്ച ചെയ്യാമെന്നുള്ളതിലുപരി ഭരണഘടനയുടെ 163(2) അനുസരിച്ച് ഇവിടെ ചർച്ചയിൽ വന്ന ഒരു വ്യക്തി അഡമൻ്റായിട്ട് ഗവർണർ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഗവർണർ ശരിയേ ചെയ്തിട്ടുള്ളൂ. ഗവർണർ തെറ്റ് ചെയ്തില്ല. ഗവർണർക്ക് ഒരു ഇപ്പം ഇന്ത്യൻ രാഷ്ട്രപതിയായിട്ടിരിക്കുന്ന ഡോക്ടർ പ്രണബ് മുഖർജി ഇന്ത്യയിലെ ഏറ്റവും പരിചയസമ്പന്നമായ രാഷ്ട്രീയ നേതാവാണ്. ഭരണഘടനാ ബെഞ്ചിൻ്റെ മുമ്പിലാണ് കേസുകളൊക്കെ തന്നെ വരുന്നത്. ഒരു നിമിഷം ഗവർണർ തുടരാൻ സാധിക്കില്ല. 163(2) എന്ന് പറയുന്ന ഗവർണറുടെ വൈഡായിട്ടുള്ള വിവേചനാധികാരം ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 48 hours തമിഴ്നാട് രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് വരും. 4.5 വർഷം കൂടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ചർച്ചയിലേക്ക് തിരികെ വരികയാണ്. ശ്രീ ജിമൻ ജോക്കബ്, ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശശികല ഇവിടെ പല രീതിയിൽ കുറച്ച് കാണുന്നുണ്ട്. അവരെ പല രീതിയിൽ താറടിച്ച് കാണിക്കുന്ന രീതിയിലേക്ക് തന്നെ ചിന്നമ്മ ഒരുപക്ഷെ ജയലളിതയുടെ സഹായി തോഴി എന്നതിനപ്പുറത്തേക്ക് ജോലിക്കാരി എന്ന രീതിയിലൊക്കെ താറടിച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ അവർ നിന്നതും വളർന്നതും ഏറ്റവും തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയക്കാരിക്കൊപ്പമാണ്. അതിനും അപ്പുറത്തേക്ക് അവർക്ക് സപ്പോർട്ടായി മന്നാർകുടി മാഫിയ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതിന് മറ്റൊരു വലിയ വിശേഷണത്തിനൊന്നും ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ വളർന്നു വന്നൊരു പശ്ചാത്തലമുണ്ട് അവർക്ക്. അതുകൊണ്ട് ശശികലയെ കുറിച്ച് കാണാനാവില്ല. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ എവിടെയാണ് ശശികലയ്ക്ക് അടിപതറിയത്? മുഖ്യമന്ത്രി ആകാം, ഒരുപക്ഷെ അങ്ങനെ ഒരു പരിവേഷത്തോടു കൂടി ജയിലിലേക്ക് പോകാം എന്ന് പോലും അവർ കണക്ക് കൂട്ടിയിട്ടുണ്ടാകാം. പക്ഷെ എവിടെയാണ് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് അടിപതറിയത്? കാര്യങ്ങൾ നേരത്തെ ആയി പോയതാണോ? എല്ലാവരെയും, എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അല്ലെങ്കിൽ വ്യക്തികളെയും ഭൂതകാലം വേട്ടയാടും. അവർക്ക് അവരുടെ ഭൂതകാലത്തിൻ്റെ തടവറയിലാണ് അവരെന്നും കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ഓരോ ചെയ്തികളുമാണ് അവരെ ഇന്നത്തെ അവസ്ഥയിലേക്ക് മാറ്റിയത്. അവരെ സംബന്ധിച്ചിടത്തോളം
ജയലളിതയുടെ വിശ്വസ്തയായി അഭിനയിക്കുമ്പോഴും ജയലളിതയുടെ സ്വത്തുക്കളും അധികാരവും അതിൻ്റെ നിയന്ത്രണവും മണ്ണാർക്കുടി മാഫിയയുടെ കൈകളിലായിരുന്നു. അതായത് ബിനാമി കമ്പനികളെന്ന് പറയുന്ന മിഡാസ് ഗോൾഡൻ ഡിസ്റ്റിലറീസ് അടക്കം 9 കമ്പനികളുടെ ഡയറക്ടറായിരുന്നു ഇളവരശിയുടെ മരുമകനും ശശികലയുടെ മരുമകനും. ശശികലയെ പോയസ് ഗാർഡനിൽ നിന്ന് 2011 ഡിസംബറിൽ ജയലളിത പുറത്താക്കിയപ്പോൾ അതിൻ്റെ തലേ ദിവസം ഈ കമ്പനികളുടെ ഡയറക്ട് ബോർഡ് സ്ഥാനം രാമസ്വാമിക്ക് എഴുതി വാങ്ങുകയാണ് ഉണ്ടായത്. ജയലളിതയുടെ മരണശേഷം ഈ കമ്പനികളുടെ അധികാരങ്ങളെല്ലാം തന്നെ ഇവരുടെ കൈകളിലേക്ക് എത്തിപ്പെടുകയുണ്ടായി. അതായത് കൃത്യമായി പറഞ്ഞാൽ 2015 മുതൽ 14 മുതൽ ഈ കമ്പനികളിലുള്ള ഡയറക്ട് ബോർഡ് സ്ഥാനം പണ്ട് ശശികലയുടെ ബന്ധുക്കൾ ആരൊക്കെ വഹിച്ചിരുന്നോ അവരുടെ പേരിലേക്ക് മാറ്റുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കുന്നത് എന്താണ്? ഒരാളുടെ വിശ്വസ്തയായി, തോഴിയായി, അല്ലെങ്കിൽ വീട്ടുവേലക്കാരിയായി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കടന്നു കയറിയ ഒരാൾ അവരുടെ മരണശേഷം ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആവുകയും പിന്നീട് തനിക്കെതിരെ അഴിമതി കേസിൽ താൻ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ പോലെയുള്ള ഒരു BJP നേതാവിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വളരെ നാടകീയമായി ഞാൻ തിരികെ എത്താം ശ്രീ ജിമോൻ ജേക്കബ്. സീതാറാം യെച്ചൂരി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതിലേക്ക് किरण रिजिजू हमारे देश के जो गृह मंत्री हैं, उन्होंने जो बयान दिया वो बहुत ही आपत्तिजनक है। जिस तरीके के बयान के अंदर ये एक संकेत और आरोप लगाया गया है, जिसके अंदर से सांप्रदायिक रुझान स्पष्ट रूप से नजर आती हैं। ये कहना कि आबादी हिंदुओं की घट रही है और मुसलमानों की बढ़ रही है, जो हमारे 2011 की जो അദ്ദേഹം സംസാരിക്കുന്നത്. ഞാൻ തിരികെ എത്താം, ഇതിലേക്ക് തിരികെ എത്താം. ശ്രീ ദേവദാസ്, ഇവിടെ ശ്രീ ജിമോൻ ജേക്കബ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ ഇതുവരെ ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുണ്ട്. മണ്ണാർക്കുടി മാഫിയയുടെ ഭാഗമായി നിന്നുകൊണ്ട് ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഒരു പരിധി വരെ ജയലളിതയുടെ മരണം ഇവിടെ അവർ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്, ശശികല ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. ഒരുപക്ഷെ നേരിട്ട് അവർക്ക് പങ്കില്ല എങ്കിലും അതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. അവർക്ക് ഒരു പിന്തുടർച്ച ഉണ്ടാകാത്ത രീതിയിൽ, സ്വത്തിന്റെ കാര്യത്തിലായാൽ പോലും രാഷ്ട്രീയത്തിന്റെ കാര്യത്തിലായാൽ പോലും ഒരു പിന്തുടർച്ചയില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കാൻ മണ്ണാർക്കുടി മാഫിയക്കായി. അങ്ങനെയുള്ള വ്യക്തികൾ, അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിലായാലും ദേശീയ രാഷ്ട്രീയത്തിലായാലും അവരെ വില കുറച്ച് കാണാനാകില്ല. ഇനിയുള്ള കാൽക്കുലേഷനുകൾ, പല രീതിയിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്, പലരെയും മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിലെല്ലാം അവർ പരാജയപ്പെടും എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്താനാകുമോ? അവരെ കുറച്ച് കാണാനാകുമോ ശ്രീ ദേവദാസ്? സൗമ്യ, അതിന് തൊട്ട് മുമ്പേ ആ നിയമത്തിന്റെ ഒരു വശം VV രാജേഷ് പറഞ്ഞു എന്ന് പറയണം. 164 ആണ് മെയിൻ, 164 ഫ്ലോർ ടെസ്റ്റ് ആണ്, 163 എക്സെപ്ഷൻ കേസാണ്. നിങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ട് ആക്കിയത് മാത്രം നോക്കാനാ. അത് പിടിച്ച് പുകമറ സൃഷ്ടിക്കാൻ BJP നോക്കണ്ട. BJP പിന്നാമ്പുറത്തെ കയറുന്നു. പിന്നെ ഈ ചോദ്യത്തിന് ജിമോൻ ജേക്കബ് മുമ്പേ പറഞ്ഞു സ്ലോ പോയിസണിങ്, അല്ലെങ്കിൽ തലക്കടിയേറ്റ് കൊന്നു, എന്നിട്ട് എംബാം ചെയ്തോ ഒന്നും അറിയില്ല. അതിന് സെൻറ്റർ കൂട്ടുപിടിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് സെൻറ്റർ ഒരു നടപടി എടുത്തില്ല? ഈ പനീർശെൽവവും മുഖ്യമന്ത്രിയായിട്ട് മറ്റ് ADMKയും അണികളും എവിടെ പോയി? സ്വന്തം അമ്മന്ന് ഈ പറയല്ലാണ്ട് കൊല്ലപ്പെട്ടപ്പോൾ അനങ്ങിയിട്ടില്ലല്ലോ. അതെല്ലാം തട്ടിപ്പാണ് എന്നറിയാം. ഈ അമ്മ എന്ന് പറയുന്ന പൂതന അമ്മ ഈ ശശികലേൻ്റെയും ഈ മണ്ണാർക്കുടി മാഫിയക്കും അതിക്കും മേലെയാണ് ജയലളിത. അതാണ് 20,000 കോടി അസറ്റ്സ് എങ്ങനെ നേടി? ഡിസപ്രോപ്രിയേഷൻ കേസ് 66 കോടിക്ക് ജയിലിൽ പോയിട്ടുള്ളൂ ശശികല, ജയലളിതയും. പക്ഷെങ്കിൽ 20,000 കോടി അസറ്റ്സ് ഉണ്ട്. അതെല്ലാം സ്റ്റേറ്റ് കോൺഫിസ്കേറ്റ് ചെയ്യുമോ? അതാണ് നോക്കേണ്ടത്. ഈ മണ്ണാർക്കുടി മാഫിയനെ ഉള്ളിലാക്കിയാലും വേറെ മേട്ടുപ്പാളം മാഫിയ വരും.
ഇതെല്ലാം മാഫിയ തന്നെ. ഇപ്പൊ DMK എന്നെല്ലാം പറയുന്നത് വീതം വെക്കലാണ്. അതാണ് മാരൻ ബ്രദേഴ്സ്, മറ്റ് സൺറൈസേഴ്സ് ഹൈദരാബാദ്, IPL കോടികളാണ് ഇവർ അഴിമതി നടത്താൻ വേണ്ടി സെൻട്രലും സ്റ്റേറ്റിലും ഇവരെ ഭരണത്തെയും രാജ്യസഭ MP മാരെയും ലോക്സഭ MP മാരെയും ഉപയോഗിക്കുന്നതാണ്. എന്തുകൊണ്ട് ശശികല പുഷ്പ രണ്ടാമത്തെ ദിവസം ഹൈക്കോടതി പോയപ്പം ഈ പനീർ സെൽവവും ഈ മറ്റ് ADMK അമ്മ എന്ന് പറയുന്നത് കൊല്ലപ്പെട്ടപ്പോൾ ഒന്നും അനങ്ങിയിട്ടില്ലല്ലോ. എന്തുകൊണ്ട് ഗൗതമി പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിപ്പോയി? പ്രധാനമന്ത്രിക്ക് ഇത് കലക്കണം. പ്രധാനമന്ത്രിയും BJP ഗവൺമെൻറ്റും ഈ തമിഴ്നാട് കലങ്ങി കാണണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. ഈ ഗവർണർ ചെയ്ത തെറ്റന്നെയാണ്. പിറ്റേ ദിവസം ഫ്ലോർ ടെസ്റ്റ് വേണം. എന്നാൽ ഈ റിസോർട്ടിലെ ഈ നാടകവും മസാജിങ്ങും കള്ളും പെണ്ണും എല്ലാം ഒഴിവാക്കിയേനു. ഈ ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ നാണം കെടൽ ഒഴിവാക്കുവേനു. സെൻട്രൽ അനങ്ങാണ്ട് നിന്നു. സെൻട്രൽ ഫെഡറൽ സ്റ്റേറ്റിനെ നോക്കണം. കേരളത്തിന് പോലും ഭീഷണിയാണ് ഈ ഗവൺമെൻറ്. എന്താ അരുണാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡിലെല്ലാം കണ്ടില്ലേ നിങ്ങൾ? അപ്പം ഭരണഘടനയൊന്നും ഇവർക്ക് പ്രശ്നമല്ല. സെൻട്രലിൽ നിന്ന് കാണിക്കുന്നത് ഇവിടെ ഇടപെടാണ്ട് നിൽക്കുന്നതും ഒരു ക്രൈമാണ് സെൻട്രൽ ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഈ മാഫിയകൾ തന്നെയാണ് ഇനിയും വരിക. ഇനി ഒരു പാവേനെ പിടിച്ചിട്ട് ഈ ശശികലേൻ്റെ ടീമാക്കും. എന്നിട്ട് അവൾ ജയിലിൽ നിന്ന് ഇതേപോലെ മന്നാർഗുഡി മാഫിയ ഭരിക്കും. അവളുടെ ഭർത്താവ് പുറത്തല്ലേ ഉള്ളത്, നടരാജൻ ഭരിക്കും. അത് കാലാകാലം ജയലളിത എന്ത് ചെയ്തോ, അല്ലെ MGR എന്ത് ചെയ്തോ, ഇവരെല്ലാം എസറ്റ് ഉടനടി കൺഫിസിക്കേറ്റ് ചെയ്യണം. അല്ലെ സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ നടപടിയിലേക്ക് നീങ്ങണം. ഇവിടെ കൊള്ളയാണ് അടിക്കുന്നത്. ഇനിയും ഹോഴ്സ് റൈഡിങ് വരും. പനീർ സെൽവം ഡിവൈഡ് ചെയ്തിട്ട് DMK-നെ കൊണ്ട് വോട്ട് ചെയ്യിക്കും ഇവർ. അതാണ് ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പനീർ സെൽവത്തോട് BJP-ക്കും ഒരു സ്നേഹം. അതുകൊണ്ടാണ് ഗവർണറെ ഉപയോഗിച്ച് പനീർ സെൽവത്തിനെ കൊണ്ടുവന്ന് DMK സപ്പോർട്ട് ചെയ്ത് എന്നിട്ട് ഇവർക്ക് ലോക്സഭയിൽ രാജ്യസഭയിൽ അവിടുത്തെ സപ്പോർട്ട് സഹായിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ നാടകം കാണുന്നതെന്നാണ് ഞാനൊന്ന് വിലയിരുത്തുന്നത്. മറ്റുള്ളത് കൊലപാതകം പനീർ സെൽവം വന്നാലും ഇനി വൺസ് ഭരണത്തിൽ വന്നാൽ പനീർ സെൽവത്തിന് പിന്നെയും ഓർമ്മശക്തി പോയിട്ട് പിന്നെയും ഇതേപോലെ ഈ കുമ്പിട്ടിട്ട് നിന്നിട്ടുള്ള ഭരണം തന്നെയാണ് നടക്കുക എന്നാണ് എനിക്ക് ഉറപ്പ്. ഇതിൽ മാഫിയ ഭരണമാണ്. ഈ ഗവർണർ ഉടനടി അവിടെ ഒരു ഭരണ സ്റ്റേബിൾ ഗവൺമെൻറ്റിനെ നിയമിക്കണം. അതാ അയാളെ ജോബ് കല്യാണത്തിന് പോക്കും ഈ കായ സഞ്ചി എടുത്തിട്ട് മദ്രാസിൽ ഇടക്ക് വന്നിട്ട് ടൗണിൽ നിന്ന് സാധനം വാങ്ങാൻ വരുത്തല്ല. അയാൾ അവിടെ നിൽക്കണം. തമിഴ്നാട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ക്രൈസിസാണ്. ഭരണം ക്രൈസിസിലാണ്. ജനങ്ങൾക്ക് എന്തും പൊട്ടിപ്പുറപ്പെടാം. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് ആരാക്കി? അത് ഈ ഗവർണറാണ് ആക്കിയത്. ഇപ്പം രാജി എന്തുകൊണ്ട് ഗവർണർ രാജി സ്വീകരിച്ചു പനീർ സെൽവത്തിൻ്റെ? ഈ ശശികല പ്രതിയാന്ന് മുമ്പേ അറിയാലോ ഈ ഗവർണർക്ക്. എന്നിട്ട് എന്തിനാണ് തിരക്കിട്ടിട്ട് രാജി സ്വീകരിച്ച് 2 ദിവസം അനങ്ങാണ്ട് നിന്നത്? 3-ാമത്തെ ദിവസം പനീർ സെൽവത്തിന് ബോധം വന്നപ്പോഴല്ലേ ആരോ ഉപദേശിച്ചപ്പോൾ ഈ ഗവർണർക്കും ബുദ്ധി വന്നത്. അപ്പോൾ ഇവരെല്ലാം കൂടി ഈ ഇന്ത്യൻ ഡെമോക്രസീനെ വ്യഭിചരിക്കുകയാണ്. ഈ പ്രോസ്റ്റിറ്റ്യൂഷണലൈസിങ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഉടനടി സ്റ്റോപ്പ് ചെയ്യണം. ഇവർ പനീർ സെൽവോ ഈ രാക്ഷസിയോ പൂതനയോ അല്ലെ ജയലളിതയോ ഒന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ഭരണഘടനേനെ നിങ്ങൾ സേവ് ചെയ്യണം. അതിൽ സെൻട്രൽ ഫെയിൽ ചെയ്തിരിക്കുന്നു. കോടാലിൻ്റെ കൈയായിട്ട് വർത്തിക്കുന്നു ഗവർണർ. അതുകൊണ്ട് കേരളം പോലും ഇനി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇവിടെ എവിടെയെങ്കിലും ഒരു അപകടമോ ഒരു കൊലപാതകം നടക്കുമ്പോൾ ഉടനടി ഡൽഹിയിൽ ഓടിയിട്ട് പിരിച്ചുവിട് കേരള ഗവൺമെൻറ്റിനെ പറയുന്നതിൻ്റെ സൂചനയും കൂടിയാണ് ഇതിലെ കൂടി കാണുന്നത്. ഇവർക്ക് ഫെഡറൽ തത്വം നോൺ BJP സ്റ്റേറ്റ്സിൽ എങ്ങനെയെങ്കിലും ഭരണം പിടിച്ചെടുക്കുക, ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ കലക്കുക. അതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നേരിട്ടിട്ട് സൗമ്യ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മാഫിയ ഭരണം പോവില്ല, പാവകളെ സ്ഥാപിക്കും. എന്നിട്ട് ഇനിയിപ്പോൾ കൂടുതൽ കലങ്ങിയാൽ പ്രസിഡൻഷ്യൽ റൂളിൽ 356 പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണോന്നും അറിയില്ല. ഭരണം ജനങ്ങൾ വോട്ട് ചെയ്തത് മെജോറിറ്റി ടു ജയലളിതയാണ്. അതിനെ മാനിക്കണം ഗവർണർ. അത് 164 ആണ് ഫ്ലോർ ടെസ്റ്റ്. അതിൽ 163 എക്സെപ്ഷണൽ കേസ്, റെയറസ്റ്റ് ഓഫ് റെയർ എക്സെപ്ഷണൽ കേസ് അണ്ടർ ഡ്യൂറസ്. ഭീഷണിയില്ല ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കേണ്ടത്. അത് പനീർ സെൽവം പ്രൂവ് ചെയ്യേണ്ടത് അവരുടെ MLA-മാരും അവിടെ കൂടിയ തൗസൻഡ്സ് ഓഫ് കൗൺസിൽസ് പറയേണ്ടത്. അല്ലേ ഞങ്ങൾ പുറത്തുനിന്നല്ല പറയേണ്ടത് 163.
അത് തെളിയിക്കണം പനീർശെൽവം എന്തുകൊണ്ട് പാവിയായിട്ട് പോയി, എനിക്ക് കയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പനീർശെൽവത്തിനെ ഒരിക്കലും വിളിക്കരുത്. അയാൾ ഇൻഎബിലിറ്റി തെളിയിച്ചു. നേരെ മുമ്പിൽ പോയി ഗവർണറെ മുമ്പിൽ അയാളാണ് പറഞ്ഞത്, ഞാൻ പേഴ്സണൽ റീസൺസിൽ മാറി നിൽക്കുന്നു, ഇനി പനീർശെൽവത്തിന് ചാൻസ് കൊടുക്കരുത്. അതാണ് ലീഗൽ ഒരു ഇത്. പനീർശെൽവത്തിൻ്റെ കൂടി എലക്റ്റഡ് ഏതെങ്കിലും ഒരു MLA മന്ത്രിനെയോ അവർക്ക് ആക്കാം, ഗവർണർക്ക് വിളിക്കാം. പക്ഷെ പനീർശെൽവത്തിനെ വിളിച്ചാൽ ഗവർണർ പലതിനും ഉത്തരം പറയേണ്ടി വരും. ഈ കെയർ ടേക്കറെ, വീക്കായ കെയർ ടേക്കറെ എന്തുകൊണ്ട് നിങ്ങൾ വിളിച്ചു ചോദ്യം വരും. നിങ്ങൾ ഫ്ലോർ ടെസ്റ്റ് എന്തുകൊണ്ട് ഇന്നെങ്ങനെയാണ് മുകുൾ റോസ്തഗി അറ്റോർണി ജനറൽ പറഞ്ഞത് പെട്ടെന്ന് ഫ്ലോർ ടെസ്റ്റ് നടത്തണമെന്ന്? അപ്പോൾ ജയിൽ വേർഡിക്റ്റ് വരുമ്പോൾ ഇവർക്ക് ബോധം വരുന്നു. ഇതൊന്നും ഭരണഘടന ക്ലിയർ കട്ടാ. ഇതിൽ പുകമറ സൃഷ്ടിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും ഇവിടുത്തെ ഗവർണറും അവിടുത്തെ AIDMKയിലെ കള്ള് ഷാപ്പിലെ അടിയും ഈ DMKയിലെല്ലാം പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം. എന്തുകൊണ്ട് പ്രതിപക്ഷം ഒന്ന് ചോദിക്കൂ, DMKനെ എന്തുകൊണ്ട് പ്രതിപക്ഷം ജയലളിത മരിച്ചിട്ട് ഒരു പ്രൊട്ടസ്റ്റ് പോലും പിറ്റേ ദിവസം ഇതൊരു സംശയത്തിൻ്റെ മരണം എന്ന് പറഞ്ഞിട്ട് അവരെന്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയില്ല? അവർക്കും വേണ്ടത് ഇതെങ്ങനെയെങ്കിലും വീണ് പനീർശെൽവത്തിനെ സപ്പോർട്ട് ചെയ്ത് അവസാനം താഴെ ഇറക്കി അടുത്ത കൊല്ലാവുമ്പം അവർക്ക് ഭരണത്തിൽ കയറണമെന്നാണ്. ബാബു, ഇവിടെ നമ്മൾ രാജേഷിന്റെ സാന്നിധ്യത്തിൽ അത് ചോദിക്കേണ്ടതായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഗവർണർ കാണിച്ചിട്ടുള്ള ഒരു വിഷയം, അദ്ദേഹത്തിന് വിവേചനാധികാരമുണ്ട്. ഒരു പക്ഷേ ഈ ഒരു വിധിയോടുകൂടി അദ്ദേഹത്തിന് ഇനി പറയാമായിരിക്കും ഇതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്നൊക്കെ. പക്ഷേ അദ്ദേഹം ഒരു ഘട്ടത്തിൽ പനീർശെൽവത്തിന്റെ രാജി സ്വീകരിച്ചു. പിന്നീട് ആ രാജി വേണ്ട എന്ന് വെക്കുന്നതിനുള്ള സാധ്യത ഇല്ല എന്ന് നിയമവൃത്തങ്ങൾ പല ആവർത്തി അത് വ്യക്തമാക്കിയിട്ടുള്ള, അദ്ദേഹത്തിനും അതിൻ്റെ ഉപദേശം ലഭിച്ചതുമാണ്. പക്ഷേ ഇവിടെ ഇനി എങ്ങനെയായിരിക്കും BJP കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക? അല്ല, ഗവർണർ എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് മാതിരി കേന്ദ്രത്തിന്റെ പ്രതിപുരുഷൻ തന്നെയാണ്. നമ്മൾ എന്തൊക്കെ വർത്തമാനം പറഞ്ഞാലും ഒരു സംസ്ഥാനത്തേക്ക് ഗവർണറെ നിയോഗിക്കുന്നത് കേന്ദ്രമായിരിക്കുന്നത് കൊണ്ട് കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയുടെ താല്പര്യങ്ങൾ അതിന്റെ പിന്നിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്ക് വിദ്യാസാഗർ റാവു എന്ന വ്യക്തിയുടെ ഒരു എല്ലാം ഉണ്ടാവും. ഞാൻ പറയുന്നത് വിദ്യാസാഗർ റാവുവിനെ അവിടെ പ്രതിഷ്ഠിക്കുന്ന കേന്ദ്രമാണെങ്കിൽ കേന്ദ്രത്തിന് കൃത്യമായും അത് കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ അവർക്കൊരു ലക്ഷ്യമുണ്ടാവും. അത് കേരളത്തിലുമുണ്ട്. കേരളത്തിലും എന്തുകൊണ്ട് ഈ പ്രത്യേക ഗവർണർ വരുന്നു എന്ന് ചോദിച്ചാൽ ഈസ് ഇൻ ദി ഗുഡ് ബുക്സ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്, അത്രേ ഉള്ളൂ. അത് ആ നിലയ്ക്കാണ് വരുന്നത്. അതങ്ങനെ ഇരുന്നു കൊള്ളട്ടെ. ഇവിടെ നാം പരിശോധിക്കേണ്ടത് ഈ ദേവദാസ് അത് കാണുന്ന 1632 എന്ന് പറയുന്ന ലളിതമായൊരു വകുപ്പായിട്ട് അദ്ദേഹം കാണുന്നു. അതിനകത്ത് കോടതിയിൽ പോയാൽ ഗവർണറുടെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ കഴിയാത്ത വണ്ണം ഇതിനു തെളിഞ്ഞിട്ടുള്ളത് മാതിരി ആ വകുപ്പിന് പ്രസക്തി വരുന്നത് ആ സാഹചര്യത്തിന്റെ പല സവിശേഷതകളാണ്. അപ്പൊ അവിടെ അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ശശികലയാണ്. അപ്പോൾ ശശികലയുടെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ചുള്ള ഗവർണറുടെ വീക്ഷണം പോലും കേന്ദ്ര ആഭ്യന്തരകാര്യ വകുപ്പിനെ ഇതിന് അദ്ദേഹം ഇൻഫോം ചെയ്യാനാകും. അത് അദ്ദേഹത്തിന്റെ തീരുമാനത്തെ ബാധിക്കുന്നതിന് കുഴപ്പമില്ല എന്ന നിലയ്ക്കുള്ള റൂളിംഗ് വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് സാധ്യമല്ല. പിന്നെ ദേവദാസിനെ ആലോചിക്കാവുന്നതാണ്, ശശികലയാണ് പ്രോപ്പറായിട്ട് BJPക്ക് താല്പര്യമായി ഉണ്ടായിരുന്നുവെങ്കിൽ BJPക്ക് കൃത്യമായും ശശികലയുടെ പക്ഷം ചേരാമായിരുന്നു, വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ നീങ്ങിയേനെ. പക്ഷെ BJPക്കും ഒരു ഷുവർ ബെറ്റ് അല്ല ശശികല, ഈ കേസ് കിടക്കുന്നത് കൊണ്ട്. കേസിന്റെ കാര്യത്തിൽ എന്ത് വരുമെന്ന് ഉറപ്പില്ലാത്തത് കൊണ്ട് BJPയുടെ ആദ്യഘട്ടത്തിൽ ശ്രീ ദേവദാസ് പറയുന്നത് മാതിരി തന്നെ നരേന്ദ്രമോദി വന്നപ്പം ശരിക്കും കയ്യയച്ച് അനുഗ്രഹിച്ച ആളാണല്ലോ. പക്ഷെ പിന്നീട് അവർക്കും മനസ്സിലായി ഇത് അപകടം പിടിച്ചൊരു കേസാണ് എന്ന് മനസ്സിലാവുകയും അവരത് ഒഴിയുകയും ചെയ്തു. പന്നീർശെൽവത്തിന്റെ പുറകിൽ അവർ അണിനിരന്നിട്ടും ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും തമിഴ്നാട് പോലുള്ള ഒരു സ്റ്റേറ്റിൽ BJPക്ക് പെട്ടെന്ന് ഒരു മുൻകൈ ഉണ്ടാക്കുക പ്രയാസമാണ് ദേവദാസ്. കേരളത്തിലെ മാതിരി തന്നെ കേരളത്തിലെ LDF UDF വിഭജനത്തിനകത്ത് നുഴഞ്ഞു കയറാൻ BJP പാടുപെട്ടിട്ടും കഴിയാത്ത ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ രാജ്യസഭയിലെ ഒരു സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അല്ല. അതിനകത്ത് മൈത്രേയൻ പഴയ RSSകാരനാണ്. മൈത്രേയനെ അപ്പുറത്ത് നിർത്തിയിരിക്കുന്നു, സുബ്രഹ്മണ്യ സ്വാമി ഇപ്പുറത്ത് നിർത്തി. സുബ്രഹ്മണ്യ സ്വാമിയും BJP പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്. ഈ ഗെയിം എല്ലാം അവർ കളിക്കുന്നുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയെ പോലെ ബഫൂണായ ഒരാളുണ്ടോ ഇപ്പോൾ? അദ്ദേഹം കൊടുത്ത കേസിന്റെ വിധി വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് ശശികലയ്ക്ക് നീതി കിട്ടുമെന്ന്. ശശികലയെ ശിക്ഷിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമി കൊടുത്ത കേസിലാണ്. ആ കേസിന്റെ വിധി വരുന്ന ദിവസം ശശികല ക്യാമ്പിലാണ് സുബ്രഹ്മണ്യ സ്വാമി. ഈ തരത്തിലുള്ള വലിയ അപഹാസ്യമായ രംഗങ്ങൾ വരും. ആ നിലയ്ക്കൊക്കെയാണ് BJP കളിക്കുന്നത്. കളിച്ചോട്ടെ, എന്തൊക്കെ കളിച്ചാലും അവിടുത്തെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ പുറന്തോട് പൊളിച്ചകത്തേക്ക് കയറാൻ BJPയുടെ ഹൈന്ദവ രാഷ്ട്രീയത്തിന് കഴിയില്ല. ഇവിടുത്തെ മുന്നേറിയ ജനാധിപത്യ ആശയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ BJPയുടെ പിൻവാങ്ങി നിൽക്കുന്ന ക്ലാൻ വികാരങ്ങൾക്ക് കഴിയില്ല. ഇതാണ് അവർ റിജക്ട് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും 60 വർഷം
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് BJP കേരളത്തിൽ. അപ്പോൾ ആ നിലയ്ക്ക് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്, ഈ 14% വോട്ട് പോലും ഇനി നിലനിർത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കഴിയാതെ പോകുന്നത് അവരുടെ സവിശേഷ വീക്ഷണങ്ങൾ കൊണ്ടും ജനതയുടെ മുന്നോട്ടുള്ള പോക്ക് കൊണ്ടും. അതേമാതിരി അവസ്ഥ അവിടെയുമുണ്ട്. ആളുകൾക്ക് DK ദ്രാവിഡ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് അതിനപ്പുറത്തേക്ക് അവർ പോകില്ല. ജല്ലിക്കെട്ടിൽ കാണിച്ച ആ വികാരം തന്നെ പിന്നാക്കമായിരിക്കും. എങ്കിലും BJPക്ക് സ്കോപ്പില്ല. അതുകൊണ്ട് BJPയുടെ കാര്യം പറഞ്ഞ് നമ്മൾ ഭയപ്പെടുത്തണ്ട. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദേവദാസ് പരിശോധിക്കേണ്ട ഒരു കാര്യം, ജയലളിതയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണം വന്നാൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരും. ഈ പറഞ്ഞ് ശരിക്കും ഈ കട്ടുമുടിക്കുന്ന വിഭാഗം, അത് ഈ വിഭാഗം വേണോ ആ വിഭാഗം വേണോ എന്നുള്ള തർക്കമാണല്ലോ. ആ വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ മുഴുവൻ ദേവദാസ് പറഞ്ഞ് ശരിയായ ഒരു കാര്യമാണ്. DMK വന്നാലും ഇത് തന്നെയാണ് ഗതി. അപ്പോൾ ആ നിലയ്ക്കുള്ള ഗവേണൻസിൻ്റെ രംഗത്തുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ശശികലയുടെ സൃഷ്ടി തന്നെ ജയലളിത വഴിയാണ്. ജയലളിത ഇപ്പം അങ്ങോട്ട് മറഞ്ഞു പോകുന്നു. MG രാമചന്ദ്രൻ മറഞ്ഞു പോയില്ലേ ജയലളിത വന്നപ്പം? ജയലളിതയ്ക്ക് ഇനി എത്ര നാൾ നിൽക്കാൻ കഴിയുമെന്നാണ് സൗമ്യ വിചാരിക്കുന്നത്, ദേവദാസ് വിചാരിക്കുന്നത്? ഒരു കാര്യവുമില്ല. കാര്യം ശരിക്കും കാലുകളില്ലാത്ത വീക്ഷണങ്ങളായത്. അടിയുറച്ച് നിൽക്കാനൊന്നും കഴിയില്ല. ജയലളിതയെ എത്ര എളുപ്പമാണ് അവർ അസ്തമിപ്പിച്ചത്. ഇത് വലിയൊരു മേജർ ഡിസൈനിൻ്റെ ഭാഗമായിട്ടല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ആർക്കറിയാം. ജയലളിത എന്തുകൊണ്ടായി ധൃതി കാണിച്ച് മുഖ്യമന്ത്രിയാകാൻ? ഒരു വലിയ സ്കീമായിരുന്നിരിക്കും ഇത്. ജയലളിതയുടെ അന്ത്യത്തിൽ തുടങ്ങി ശശികലയുടെ അധികാര ആരോഹണം വരെ കൺസീവ് ചെയ്തിരിക്കുന്ന സ്കീമാണെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വരട്ടെ. അങ്ങനെ പുറത്തേക്ക് വരുന്ന പക്ഷം തമിഴ്നാട്ടിലെ ജനതയ്ക്ക് എല്ലാം പുനരാവർത്തിച്ച് ഒന്നുകൂടെ ചിന്തിക്കേണ്ടി വരും. ആ ചിന്തയിലൊരു ജനാധിപത്യ വിപ്ലവം ഉണ്ടായാലായി. അല്ലെങ്കിൽ വലിയ ഭാവിയൊന്നും ആ ജനതയ്ക്ക് ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സൗജന്യങ്ങൾ ലഭിക്കും, പക്ഷേ അറിയിക്കുന്നൊന്നും ആ ജനതയ്ക്ക് കിട്ടില്ല. ഇപ്പോഴും ഭയന്നാണ് ജനത കഴിയുന്നതെങ്കിൽ അറിയിക്കുന്ന കിട്ടാതെ പോകും. സൗജന്യങ്ങൾ അവർക്ക് കിട്ടും, ടെലിവിഷൻ കിട്ടും, അതേമാതിരി അമ്മ റെസ്റ്റോറൻറ്റുകൾ കിട്ടും, ഇതൊക്കെ കിട്ടും. പക്ഷേ അവരറിയിക്കുന്ന ഒന്നും അവർക്ക് ലഭിക്കുകയുമില്ല. ഈ അവസ്ഥയാണ് തമിഴ്നാട്ടിലെ ജനതയെ സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ജല്ലിക്കെട്ടിൽ അവർ ഒന്നിച്ചതുപോലെ ഈ കാര്യത്തിൽ ഒന്നിക്കാത്തതിന് അവർ അപ്പൊളിറ്റിക്കലാണ് ആ ജനത. ആ അർത്ഥത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ ജയലളിതയുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സജീവമായി നടക്കുന്ന പക്ഷം അത് ആ ജനതയെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, കൊട്ടാരങ്ങളിൽ സംഭവിക്കുന്ന രഹസ്യങ്ങൾ എന്ത്, തങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന രഹസ്യങ്ങൾ എന്ത്. ഇപ്പൊ കേരളത്തിൽ 77 ദിവസം മുഖ്യമന്ത്രി ഇങ്ങനെയിട്ട് വിലപേശാൻ ആർക്കെങ്കിലും കഴിയുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. മറ്റേതെങ്കിലും സംസ്ഥാനത്ത് കഴിയുമെന്ന് പോലും ഞാൻ കരുതുന്നില്ല. തമിഴ്നാട്ടിൽ കഴിഞ്ഞല്ലോ. അപ്പോൾ ആ അർത്ഥത്തിലുള്ള ജനങ്ങളുടെ പിന്നോക്കാവസ്ഥ മധു ക്ഷമിക്കുക, ആര് ഭരിച്ചാലും ജനങ്ങളുടെ ആ പിന്നോക്കാവസ്ഥ മാറി തീരാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഒരു കമ്മീഷൻ, ആ കമ്മീഷൻ വന്ന് പലതും പുനഃചിന്തനം നടത്തിയതിൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കാൻ പല കക്ഷികളും ശ്രദ്ധിക്കുന്നുണ്ട്. അതേമാതിരി ഒരു മാറ്റം തമിഴ്നാട്ടിൽ വരണമെങ്കിൽ ജയലളിത തന്നെയാണ് മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്ന രഹസ്യം, അത് പുറത്താക്കപ്പെടുക എന്നതാണ് അവിടുത്തെ ജനാധിപത്യം. ശ്രീ മധു, അങ്ങനെ ആ രഹസ്യത്തിനൊപ്പം അല്ലെങ്കിൽ അതിന്റെ മൂടിവെക്കപ്പെടലിന്റെ ഒരു ഭാഗമായി പോയിട്ടുണ്ട് DMK എന്ന ആക്ഷേപം. അതിപ്പോൾ വന്ന ഒരു ആക്ഷേപമല്ല, അന്ന് മുതൽക്കേ തന്നെയുണ്ട്. DMK എന്ന് പറയുന്ന AIDMK പോലെ തന്നെ അവിടെ വലിയൊരു ശക്തിയാണ്. പക്ഷേ ഈ ജയലളിതയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാൽ പോലും ഒരു വലിയ ശബ്ദമായി ഉയർന്നു വരാൻ പോലും DMK തയ്യാറായില്ല എന്ന് പറയുന്നതാണ്. നേരത്തെ ഇവിടെ ശ്രീ ദേവദാസ് പറഞ്ഞ പോലെ തന്നെ അവിടെയും ചില കോംപ്രമൈസുകൾ DMK ചെയ്യുന്നുണ്ട് എന്നൊരു ആക്ഷേപം വരുന്നത്. ഒരിക്കലുമില്ല. ശ്രീ ദേവദാസ് പറഞ്ഞ വിഷയം ഞാൻ ശ്രദ്ധിച്ചു. ഈ ജയലളിതയുടെ മരണം സംബന്ധിച്ച് ആദ്യമായിട്ട് ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് AIDMKയുടെ രാജ്യസഭാ MP എന്ന് പറയുന്ന പുഷ്പ ശശികലയാണ്. ജയലളിതയ്ക്ക് ഡീഹൈഡ്രേഷൻ്റെ ഗുളിക സ്ഥിരമായി കൊടുക്കണമെന്നും ആ ഗുളിക ശശികല ഇടപെട്ട് നിർത്തലാക്കി, ഡോക്ടറെ കൊണ്ട് നിർത്തലാക്കിയെന്നും അതിനുശേഷം ജയലളിതയുടെ കിഡ്നിക്ക് അപാകത സംഭവിച്ചെന്നും അങ്ങനെയാണ് അവർ ആശുപത്രിയിൽ അഡ്മിറ്റായതെന്നും പറഞ്ഞിട്ട് ആദ്യമായി ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചത് AIDMKയുടെ MP ആണ്, രാജ്യസഭാ MP. ഒരിക്കൽ പോലും DMK നേതാക്കളോ DMKയുടെ ആരെങ്കിലുമോ ജയലളിതയെ കൊന്നതാണെന്നും അത് കണ്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച തെളിവുകളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടാത്ത സാഹചര്യത്തിൽ അവർ ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ MK സ്റ്റാലിനെ അവിടെ ഹോസ്പിറ്റലിൽ കാണാൻ പോയി, പക്ഷേ കാണാൻ സംഭവിച്ചില്ല, തിരിച്ചു വന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തെങ്കിലും എടുത്തു ചാടി കൊന്നു, അവർ കൊന്നു, ഇവർ കൊന്നു എന്ന് പറയാൻ, പക്ഷേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് വലിയ ദുരൂഹതകളായിരുന്നില്ലേ? കോടതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയില്ലേ? അല്ല, ആ ദുരൂഹത സംബന്ധിച്ച് ട്രാഫിക് രാമസ്വാമി എന്ന് പറഞ്ഞ DMKയുടെ അനുഭാവിയായ ഒരാൾ കേസ് കൊടുത്തിട്ടുണ്ട്. അത് ആ കാര്യമല്ല, അദ്ദേഹം മറന്നുപോയി, ദേവദാസ് മറന്നുപോയി. ഇത് സംബന്ധിച്ച് പിന്നെ നിയമപരമായിട്ട് DMK നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം DMKക്ക് അവിടെ ഭരണമില്ല. തമിഴ്നാട്ടിൽ ഭരണം അരാജകത്വത്തിൽ എത്തിയിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രി ഉള്ളത് പാവ മുഖ്യമന്ത്രിയാണ് ആ കാലഘട്ടത്തിൽ.
അങ്ങനെ വന്നപ്പോൾ DMK കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത്. അത് മനസ്സിലാക്കാതെ അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഒരു 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 പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ ഒരു ശക്തിയായി ഇതിൽ പ്രതികരിക്കാനോ അങ്ങനെ ശക്തമായ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാനോ ഇപ്പോഴിത്രയും ക്രൈസിസ് പോകുമ്പോഴും എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം, ഭൂരിപക്ഷം തെളിയിക്കണമെങ്കിൽ സപ്പോർട്ട് കൊടുക്കാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു 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 എന്താ പറയുക, ഒരു മുന്നറിയിപ്പായി പോലും DMKക്ക് ഉയർന്നു വരാനായില്ല. അതും DMKയുടെ പാരമ്പര്യം ആലോചിച്ച് നോക്കണം. ശ്രീ സൗമ്യ പറയുന്നതിനോട് ഇപ്പോൾ തന്നെ നമ്മൾ ഒരു കാര്യം ആലോചിക്കണം. ഇപ്പോൾ ഈ വിദ്യാസാഗർ റാവുവിനെ കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച. അപ്പോൾ അന്നത്തെ ഒരു ദിവസം ചർച്ചയിൽ ഞാൻ പറഞ്ഞു ചർച്ച ശശികലയിലേക്ക് കേന്ദ്രീകരിക്കണം. കാര്യം DMK ഇപ്പോൾ ഒരു രാഷ്ട്രീയ നിലപാട് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വിചാരിക്കും ഗവർണറെ DMK സ്വാധീനിച്ചു, ഇത് BJPയുടെ തലയിലുള്ള ഈ ആരോപണം DMKയുടെ തലയിലേക്ക് വരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്നും ഇടപെടില്ല. പക്ഷേ അണ്ണാ DMKയുടെ കൊട്ടാര വിപ്ലവത്തിലും അടുക്കള വിപ്ലവത്തിലും ഒന്നും DMKക്ക് എടുക്കാൻ അതിലോട്ട് ഇത് ഇറങ്ങിച്ചെല്ലാൻ DMKക്ക് താല്പര്യമില്ല. കാര്യം അതൊരു നാറിയ രാഷ്ട്രീയ ഭരണമാണ്. നിങ്ങൾ ആലോചിക്കണം, കഴിഞ്ഞ വർഷത്തെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ അഴിമതിയിൽ 2ാം സ്ഥാനം ഈ തമിഴ്നാട്ടിലെ ADMK സർക്കാരായിരുന്നു. അപ്പോൾ ശശികലയുടെ പേര് പോലും ഉച്ചരിക്കരുതെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ദളപതി MK സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഉള്ള വിഷയമേ അല്ല. പക്ഷേ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു മുഖ്യമന്ത്രിയുടെ മരണം സംബന്ധിച്ച് അതേ പാർട്ടിയിൽ ജയലളിതയുടെ വിതരണം ചെയ്ത പച്ചവെള്ളവും കുടിച്ച് ജയലളിത വിതരണം ചെയ്ത അമ്മ ഉപ്പും കഴിച്ച ADMK നേതാക്കൾ ആരും ഒരു അക്ഷരം മിണ്ടിയില്ല. അതാണ് ഏറ്റവും വിചിത്രം. അതേസമയം DMK അന്ന് തമിഴ്നാട്ടിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ വാദിക്കുന്ന പന്നീർശെൽവം അന്നൊരു നിശ്ചലനായിരുന്നു, അദ്ദേഹം ഒരു പാവയായിരുന്നു. അദ്ദേഹത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കണ്ട് ഈ വിഷയം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിപക്ഷത്തിന് ഭരണ സംവിധാനമില്ല അവിടെ, അത് ആദ്യം ഓർമ്മിക്കണം. അതുകൊണ്ട് മാത്രമാണ് അന്ന് ട്രാഫിക് രാമസ്വാമിയെ പോലെയുള്ള ചില ആളുകളെ കൊണ്ട് പാർട്ടിയുടെ ചില നേതാക്കൾ, അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ ആൾക്കാരുണ്ട്, അവരവിടെ തമിഴ്നാട് ഹൈക്കോടതി കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കോടതി അന്ന് പറഞ്ഞെന്താണ്, കോടതിക്ക് പോലും സംശയമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വരും കാലങ്ങളിൽ DMK പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. അവിടെ ജയലളിതയുടെ മരണം സംബന്ധിച്ച ഒരു അന്വേഷണം പറയട്ടെ, അപ്പോൾ അതിനനുസരിച്ചുള്ള തെളിവുകൾ DMK നൽകും. അതിലും മധു പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. അതിനകത്ത് മധു ഞാനൊരു കാര്യം ചോദിക്കാം. അന്ന് തന്നെ കോടതിയിൽ ചില കേസുകൾ വന്നിരുന്നു. അപ്പോൾ കോടതി പറഞ്ഞത്, കോടതി എന്തൊക്കെ പറഞ്ഞാലും കേസ് വന്നാൽ അവിടുത്തെ ഹോസ്പിറ്റലുകാർ പറയുന്നത് മാത്രമേ കോടതിക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അതാണ് അതിൻ്റെ രീതി. ഹോസ്പിറ്റലിൽ ചോദിക്കും, ഹോസ്പിറ്റലുകാർ പറയുന്നത് വിശ്വസിക്കും. എപ്പോഴും കോടതിയിൽ ഈ ഇഷ്യൂ വന്നാലും ഹോസ്പിറ്റൽ റെക്കോർഡ്സിനപ്പുറം ഒന്നും വിശ്വസിക്കേണ്ട കാര്യം കോടതിക്കില്ല. എന്തുകൊണ്ട് DMK ഒരു ജുഡീഷ്യൽ അന്വേഷണമെന്ന് ആവശ്യപ്പെട്ടില്ല? അങ്ങനെ ആവശ്യപ്പെടാതിരുന്നതിന് കാരണം എന്ത്? കാരണം എനിക്കറിയാം രാഷ്ട്രീയമായിട്ട് ജയലളിതയെ സംബന്ധിച്ച് ജയലളിത അസ്തമിക്കുക എന്നത്, അല്ലെങ്കിൽ ജയലളിതയുടെ പ്രഭാവം അസ്തമിക്കുക എന്നത് ആവശ്യമാണ്, രാഷ്ട്രീയ ആവശ്യമാണ് DMKക്ക്. അവർ ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടണമെന്ന് DMK ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു ജയലളിത പ്രതിച്ഛായ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലെ DMKക്ക് അധികാരത്തിലേക്ക് വരാൻ അവിടെ സാധ്യതയുള്ളൂ. ഈ യാഥാർത്ഥ്യം കണ്ടുകൊണ്ടാണ് ജയലളിതയുടെ മരണത്തെക്കുറിച്ച് ഗൗരവതരമായ അഭിപ്രായമൊന്നും DMK പറയാത്തത്. അതാണ് റിയലായ വസ്തുത. അതാണ് സത്യത്തിൽ DMK അന്ന് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ പന്നീർശെൽവം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഞങ്ങൾ പറഞ്ഞിട്ടായിരുന്നു എന്ന് പറയാമായിരുന്നു.